കൊട്ടാരക്കരയിലെ NDA സ്ഥാനാർത്ഥി ആർ രശ്മിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുകയാണ്. അതിന്റെ തത്സമയത്തിൽ മനോജ് വിവരങ്ങളുമായി ചേരുകയാണ്. മനോജ്, ഈ തവണ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധേയമായൊരു മണ്ഡലമാണല്ലോ കൊട്ടാരക്കര. അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിയ രശ്മി അവിടെ നിർണായക സ്വാധീനം ജനങ്ങൾക്കിടയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എത്രത്തോളം വലിയ ആവേശമാണ് ആർ രശ്മിയുടെ പ്രചരണത്തിൽ കാണാൻ സാധിക്കുന്നത്? തീർച്ചയായും കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത്. എന്തായാലും കൊട്ടാരക്കരയിലെ NDA സ്ഥാനാർത്ഥി പ്രചാരണത്തിൻ്റെ തിരക്കിലാണ്. ഇപ്പോൾ നമുക്കറിയാം ചൂട് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഈ സമയത്തും പ്രവർത്തകരോടൊപ്പം ഇവിടെ പ്രചാരണത്തിനുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാണ് സ്ഥാനാർത്ഥി. എന്തായാലും സ്ഥാനാർത്ഥി ഈ ചൂടത്തും വെള്ളമൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണത്തിൽ തന്നെയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷയൊക്കെ? വളരെ ആത്മവിശ്വാസം, 100% വിജയം. എന്തൊക്കെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? കാരണം കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലമായി വലിയ വികസന മുരടിപ്പ് ചർച്ചയാവുന്ന ഒരു സ്ഥലം കൂടെയാണത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇന്നലെ നീലേശ്വരത്ത് തന്നെ വികസനം, കൊട്ടാരക്കരയിൽ വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്ന ബാലഗോപാൽ മിനിസ്റ്റർ ചെയ്ത റോഡിലൂടെ കടന്നുപോയൊരു ചേട്ടനാണ്. റോഡിൻ്റെ 2 സൈഡും കോൺക്രീറ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ വണ്ടി ചരിഞ്ഞ് 9 സ്റ്റിച്ചടക്കം ഇന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രി അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുകയുണ്ടായി. അപ്പോൾ ഇതുപോലുള്ള വികസനങ്ങൾ എല്ലായിടത്തും ധാരാളം റോഡുകൾ പണിതു എന്ന് പറയുന്നെങ്കിൽ അത് പരിപൂർണമായി തീർക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. വികസനം പത്രങ്ങളിലും ഫ്ലെക്സുകളിലും മാത്രം ഒതുങ്ങി പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ, വോട്ടർമാരെ വഞ്ചിച്ച ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു കൊട്ടാരക്കരയിലുണ്ടായിരുന്നത്. കൊട്ടാരക്കരയുടെ MLA കൂടിയായിരുന്നു. എത്രയോ വികസനങ്ങൾ കൊണ്ടുവരാം. എത്രയോ ധനകാര്യ വകുപ്പ് മന്ത്രിമാർ ഈ പോസ്റ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എത്രയോ, ഏത് രാഷ്ട്രീയമാണെങ്കിലും എത്രയോ വികസനങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കൊട്ടാരക്കരയുടെ MLA ആയിട്ടുള്ള ബാലഗോപാൽ വൻ പരാജയമാണ്. എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ? വെയിലൊക്കെയാണ്, അപ്പോൾ നല്ല വെയിൽ, അതിശക്തമായ ചൂടിലൂടെയാണ് പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. ഈ ചൂടിനെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഞാൻ ഇത്തിരി മാറി നിന്നാലും എൻ്റെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം. ഈ 4 ദിവസമായി നടക്കുന്ന സ്വീകരണ പരിപാടികൾ, അതിശക്തമായ വെയിലിലൂടെയാണ് സ്വീകരണ പരിപാടികൾ. 2 വീലറിലടക്കം എൻ്റെ സഹപ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. അവരുടെ ആവേശം തന്നെയാണ് എൻ്റെ ആവേശത്തിന് ഏറ്റവും പ്രധാന കാരണം. ഇന്ന് നഗരസഭയിലാണ് പ്രചരണം. അപ്പോൾ എന്തായാലും ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇനി ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സമയം ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം 3 മണിക്ക് വീണ്ടും സ്വീകരണ പരിപാടികൾ ആരംഭിക്കും. ഇപ്പോൾ ഉച്ചയൂണിന് എല്ലാവരും പിരിയും. എങ്ങനെയുണ്ട് ഈ സ്ഥാനാർത്ഥിയോടൊപ്പം നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇത്തവണ വലിയൊരു മാറ്റം തന്നെ? തീർച്ചയായിട്ടും വളരെ വലിയ മാറ്റമാണ്. നല്ല രീതിയിൽ, നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ BJP പ്രവർത്തകർക്ക് കൂടുതൽ ഊർജം പകരാനായി, അതോ അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകാനായി സ്മൃതി ഇറാനി അടക്കം ഇങ്ങോട്ടേക്ക് എത്തുകയാണല്ലോ. അപ്പോൾ ആ ഒരു ആവേശം എത്രത്തോളം ഉണ്ട് പ്രവർത്തകർ? ഇപ്പം തന്നെ യുവമോർച്ചയുടെ ഭാരവാഹികളെല്ലാം സ്മൃതി ഇറാനി വരുന്നതിന് 2 വീലറുകളെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം എനിക്കൊന്ന് 3-ാം തീയതിയാണ് സ്മൃതി ഇറാനി എത്തിച്ചേരുന്നത്. അത് കൊട്ടാരക്കരയിൽ വലിയൊരു ആവേശമായി മാറും. തീർച്ചയായും. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നിരവധി പ്രവർത്തകർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കടുത്ത വെയിലിനെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ കടകളിലൊക്കെ ചേട്ടന്മാരുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഇലക്ഷൻ? അതിൻ്റെ ഒരു ചൂടൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. നാരങ്ങ വെള്ളം കൂടുതലായി ചിലവാകുന്നത്? നല്ല ചൂട്. ഐഷപ്പോറ്റി 3-ാം സ്ഥാനത്ത്, പാലപോലെ 2-ാം സ്ഥാനം. എന്തായാലും രശ്മി ജയിക്കും. മാറ്റം ആവശ്യമാണ്. അല്ലേ, ഞങ്ങൾ ജയിപ്പിക്കും, ഉറപ്പാണ്. കൊട്ടാരക്കരയ്ക്ക് ഒരു മാറ്റം ആവശ്യമാണ്. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മാറും. ഈ പ്രാവശ്യം മാറ്റും. വലിയൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും സാധാരണക്കാരുടെയൊക്കെ അഭിപ്രായം അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ജനങ്ങളൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും കൂടുതലും മഹിളാ പ്രവർത്തകർ സ്ഥാനാർത്ഥിയോടൊപ്പം സജീവമായുണ്ട്. അവരൊക്കെ തന്നെ വലിയ ആവേശത്തിലുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സ്മൃതി ഇറാനി കൊട്ടാരക്കരയിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഒരു ആവേശം എല്ലാവരിലുമുണ്ട്. എന്തായാലും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടി എത്തുകയാണ്. ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും വോട്ട് തേടി എത്തുമ്പോഴും അവരോട് നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ കൂടുതലും ഇപ്രാവശ്യം നമ്മുടെ ധനകാര്യമന്ത്രി എന്ന് പറഞ്ഞാൽ ബാലഗോപാൽ സാർ ചെയ്ത വികസന മുരടിപ്പിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ റോഡുകളും എല്ലാം ഈ ഫ്ലെക്സിൽ മാത്രമേ ഉള്ളൂ, ഒന്നും നടന്നിട്ടൊന്നുമില്ല. വികസനങ്ങൾ മാത്രം ഫ്ലെക്സിലും എല്ലാ കാര്യങ്ങളും തറക്കല്ലിട്ട് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പുതുതായിട്ട് ഞങ്ങളുടെ പുതിയ രശ്മി ചേച്ചി വന്ന് ഞങ്ങൾക്ക് ഇത് മാറ്റങ്ങൾ വരണം.
പ്രകടന പത്രികയിലും കുറേ വനിതകൾക്ക് വേണ്ടി കുറേ മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് സാധാരണപ്പെട്ട ആൾക്കാർക്കെല്ലാം നല്ല ഏറ്റവും പ്രയോജനപ്പെട്ട രീതിയിലാണ്. തീർച്ചയായും ഇത് മറ്റൊരു ആക്ഷേപം ഉയരുന്നത് ധനമന്ത്രി, അതായത് കൊട്ടാരക്കരയുടെ MLAക്ക് നേരെ തറക്കല്ല് മാത്രം ഇടുന്ന ആളായി മാറി എന്നുള്ളതാണ്. ആണോ കേട്ടോ? അങ്ങനെ അന്ന് 10 കൊല്ലം ഭരിച്ചു, എന്ത് സാധിച്ചു? ഇപ്പോൾ ഒരു 2 മാസം ആകുമ്പം എല്ലാവരോടും ഇട്ട് അത് കല്ലിട്ട് ഇത് കല്ലിട്ട് എന്ന് കാണിച്ചാൽ മതിയോ? അതാണോ ഇത്? വികസന മാറ്റം വരണം, തീർച്ചയായിട്ടും വരണം. തീർച്ചയായും. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. എന്തായാലും ഇത്തവണ എങ്ങനെയുണ്ട് കൊട്ടാരക്കരയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചൂട്? എങ്ങനെയുണ്ട്? ഭയങ്കര ചൂട്. ഒരു മാറ്റം വേണം. മാറ്റം നല്ല നടക്കാതിരിക്കുന്നത് നല്ലത്. എല്ലാവരും എന്തായാലും ഈ ഒരു കൊട്ടാരക്കരയുടെ തെരഞ്ഞെടുപ്പ് ചൂടിൽ എല്ലാ ജനങ്ങളും അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. അവരോടൊപ്പം തന്നെ വികസനത്തിൻ്റെ സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥിയും അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രചരണം അങ്ങനെ തുടരുകയാണ്. എന്തായാലും ഈ ഒരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം LDFന് വേണ്ടി ധനകാര്യമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ, അതോടൊപ്പം തന്നെ UDFന് വേണ്ടി ഐഷ പോറ്റി, NDAയ്ക്ക് വേണ്ടി R രശ്മി എന്നിവരാണ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്.